2 ദിവസമായിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ നിർത്താതെ മഴ പെയ്യുകയല്ലേ. ഞാനിന്ന് ഉണർന്നപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് തോർന്നപ്പം ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി. മുറ്റത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്, വെള്ളവും ചള്ളയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന. പിന്നെ പുറത്ത് നമ്മുടെ കിളിക്കൂട്ടിലെ കിളികളെയും പ്രാവിനെയും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മഴയും വെള്ളമൊക്കെ കൊണ്ടാവണം അവർ ഒരുമാതിരി കുത്തിക്കൂടിയുള്ള ഇരിപ്പാണ്. പിന്നെ എന്നെ കണ്ടപ്പോൾ നമ്മുടെ ലവ് ബേർഡ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 റൗണ്ട് അടിച്ച് പറന്നിട്ടുണ്ട്. അടുത്തത് പ്രാവുകളാണ്. ഈ കൂട്ടത്തിൽ കഷ്ടത്തിലായിപ്പോയത് ഇവരുടെ കാര്യമാണ്. വന്നതിൻ്റെ പിറ്റേന്ന് മുതൽ മഴ, അതുകൊണ്ട് തന്നെ ഈ കൂട്ടിലേതാണ്ട് പെട്ടുപോയൊരവസ്ഥയിലാണ് ഇവർ. ഈ തണുപ്പിലേക്കും മഴയിലേക്കും ഒന്നും ഇവരെ ഇറക്കി വിട്ടേക്കല്ലേ എന്ന് തന്നാൾ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ ഇപ്പം പുറത്തേക്ക് ഇറക്കാറില്ല. എന്നാലും ഇടയ്ക്ക് ഞാൻ ഇവരെ സിറ്റ് ഔട്ടിലൊക്കെ കൊണ്ടുവന്നൊന്ന് നിർത്താറുണ്ട്. പിന്നെ ഇവനാണ് കുട്ടൻ. ഇവൻ്റെ ഒരു വീഡിയോ ഇടയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞായിരുന്നു ഇവന് വെള്ളവും മഴയും ഒക്കെ അലർജിയാണെന്ന്. മഴ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ ഫുൾ ടൈം ഇതേപോലത്തെ ഉറക്കത്തിലായിരിക്കും. ഞാനൊന്ന് കുത്തിത്തുരണ്ടിയൊക്കെ നോക്കി, എവിടെ എഴുന്നേക്കാൻ. ആൾ പിന്നെയും ബോധം കെട്ട് കിടന്ന്. മഴ കൊണ്ട് ഉഷാറാവുന്നതായിട്ട് ഇവരാണ്. ഇവരെ നമ്മുടെ വീടിൻ്റെ ഷെയ്ഡിൻ്റെ താഴത്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അമിതമായിട്ട് വെള്ളം ഇവരുടെ ചട്ടിയിലൊന്നും വന്ന് വീഴാറില്ല. അതുകൊണ്ട് തന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ തണുപ്പ് കിട്ടും. അപ്പോൾ പിന്നെ ഇവർ നല്ല ഉഷാറായിട്ട് ഇതേപോലെ പൂവൊക്കെ ഇട്ട് നല്ല ഗമയിൽ അങ്ങ് നിൽക്കും. മഴ ആയതുകൊണ്ടായിരിക്കണം നമ്മുടെ റെയിൻ ലില്ലിയിൽ ഒരു പൂവുണ്ട് കേട്ടോ. ഞാൻ അയാളെയും ഒന്ന് നോക്കിയ ശേഷം നമ്മുടെ ചെറിക്കടുത്തേക്ക് അങ്ങ് പോയി. ഇത് ആപ്പിൾ ചെറിയാണ് കേട്ടോ. ഇതിൽ കാ പിടിക്കുമ്പോൾ നിറയെ കാ ഉണ്ടാവും. അപ്പം ഈ കഴിഞ്ഞ ആഴ്ച വരെ നിറയെ കായായിരുന്നു. എൻ്റെ കൊച്ചു മോനാണെങ്കിൽ ഇതിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ ഇതിലുള്ള കാ മൊത്തം പറിച്ച് കഴിക്കത്തില്ല. കുറച്ചൊക്കെ കടിച്ചിട്ട് ബാക്കി കൊണ്ട് കളയും. പിന്നെ ഞാൻ നമ്മുടെ വാഴയിലെ കൂമ്പും ഒക്കെ ഒന്ന് നോക്കി. എൻ്റെ മൂത്ത പുത്രനാണെങ്കിൽ മഴ കണ്ട് ഫുഡ് കഴിച്ചോളാമെന്നും പറഞ്ഞ് വെളിയിൽ വന്നിരിക്കുകയാണ്. പിന്നെ അമ്മ കോഴികളെ തീറ്റുന്ന തിരക്കിലാണ്. മഴയുമായിട്ട് കൂട്ടിൽ തന്നെ കുത്തിക്കൂടിയിരുന്നവരൊക്കെ അമ്മയൊന്ന് തുറന്നു വിട്ടതാണ്. അമ്മയുടെ കയ്യിൽ എന്തൊക്കെയോ ആഹാര സാധനങ്ങളുണ്ട്. അതാണ് ദാണ്ട എല്ലാം ഓടിപ്പോകുന്നവൾ അമ്മയുടെ പിറകെ വെച്ച് പിടിക്കുന്നത്. അപ്പോൾ മഴയും പിടിച്ച് ഇങ്ങനെയൊക്കെ പോകുന്ന നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ നാളെയെങ്കിലും വെയിലുറയ്ക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ ഇന്നത്തെ വിശേഷം പറച്ചിൽ നിർത്തുവാണ്. അപ്പോൾ നാളെ കാണുന്നവരത്തേക്കും ടാറ്റാ.